മറ്റൊരു റിപ്പോർട്ടിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ ക്യാൻസർ പകർച്ചവ്യാധി പോലെ പടരുന്നു. പ്രതിവർഷം രോഗം സ്ഥിരീകരിക്കുന്നത് 20,000 പേർക്കെന്ന ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. ഏറ്റവും കൂടുതൽ രോഗബാധ ഉള്ളത് തിരുവനന്തപുരത്താണ്. ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ് മുഖ്യ കാരണമെന്ന് കണ്ടെത്തൽ. ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ക്യാൻസർ എന്ന് പറയുന്ന രോഗം അത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് എന്നൊരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ ജനിതകമായി തന്നെ ക്യാൻസർ പിടിപെടുന്നവരുണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറെ ഇന്ന് നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ ചില മാറ്റങ്ങളാണ് ഇതിന് കാരണമെന്ന് പറയുമ്പോൾ ഇത് മറികടക്കാനുള്ള ചില ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ കൂടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ദേവിക, സർക്കാർ നിയന്ത്രണത്തിലുള്ള ക്യാൻസർ സെന്ററുകളിൽ മാത്രം പ്രതിവർഷം ചികിത്സ തേടിയെത്തുന്നത് 20,000 പേരാണെന്നുള്ള കണക്കാണ് പുറത്തു വന്നിട്ടുള്ളത്. 2021-22 20,049 പേർക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചതായിട്ട് കണക്കുണ്ട്. 22 32,271 ക്യാൻസർ രോഗം മൂലം മാത്രം മരണപ്പെട്ടത്. ഇക്കാലയളവിൽ RCCയിൽ 14,183 പേരും MCCയിൽ 5,866 പേരുമാണ് പുതുതായി എത്തിയത്. അപ്പോൾ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള കാരണമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ക്യാൻസർ പോലുള്ള രോഗം പിടിപെടുകയാണെങ്കിൽ ഈ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്, അതോടൊപ്പം തന്നെ ഫലപ്രദമായിട്ടുള്ള മരുന്ന് നൽകാൻ സാധിക്കാത്തതുമായിട്ടുള്ള രോഗമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യമന്ത്രി തന്നെ പ്രതികരിച്ചായിരുന്നു. ഈ ഏതാണ്ട് 9 ലക്ഷത്തോളം പേരാണ് 5 വർഷത്തെ കണക്കെടുക്കുമ്പോഴൊക്കെ ക്യാൻസർ ബാധിതരായിട്ട് ആശുപത്രിയിൽ എത്തുന്നത് എന്നാണ് ആരോഗ്യമന്ത്രി തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ജലദോഷം വരുമ്പോൾ ആശുപത്രിയിൽ പോകുന്ന മലയാളികൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടാറില്ല എന്നും മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ജനിതകമായിട്ട് വരുന്ന ഒരു രോഗമായിരുന്നു ഒരുപക്ഷെ ക്യാൻസർ എങ്കിൽ സമീപകാലങ്ങളിൽ ഒരു 10 വർഷത്തിന് ഇപ്പുറം എടുക്കുകയാണെങ്കിൽ അതൊരു ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഭക്ഷണക്രമത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ജീവിത രീതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇത്തരത്തിൽ വ്യാപകമായിട്ട് തന്നെ ക്യാൻസർ പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള കാരണമായിട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 2020 മുതൽ 23 വർഷം വരെയുള്ള 3 വർഷക്കാലത്തെ കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിതർ ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് കേരളത്തിലെ ക്യാൻസർ രോഗബാധിത നിരക്ക് ഒരു വർഷം 1 ലക്ഷം പേരിൽ 135.3 പേർക്ക് എന്ന നിലയിലായി മാറിയിരിക്കുന്നു. അപ്പോൾ ഗണ്യമായൊരു കണക്ക് ഈ രോഗത്തിൽ വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതായത് കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കെടുക്കുമ്പോൾ റാപ്പിഡ് ആയിട്ടുള്ള ഒരു മാറ്റം, ഒരു വലിയൊരു ചേഞ്ച് ഇത്തരത്തിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പുരുഷന്മാർക്ക് തൊണ്ടയിലും വായിലും വൻകുടലിലും ക്യാൻസർ ബാധിക്കുമ്പോൾ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സ്ഥാനാർബുദവും ഗർഭാശയ മുഴ മൂലമുണ്ടാകുന്ന ക്യാൻസറുമാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ മിക്ക സർക്കാർ ആശുപത്രികളിലും ഗർഭാശയത്തിന് അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർബുദവുമായി വരുന്നതും അത്തരത്തിൽ സർജറികൾ നടത്തുന്നതിനുള്ള റേറ്റ് നോക്കുകയാണെങ്കിൽ അതും വളരെ വലുതാണ്. കാരണം ഒരു വർഷം നടത്തുന്ന സർജറികൾ, ഒരു വർഷം ഇത്തരത്തിലുള്ള ക്യാൻസർ ബാധിതരായി എത്തുന്നവരുടെ എണ്ണം, അതൊക്കെ ഗണ്യമായിട്ടുള്ള വളർച്ച ഉണ്ടാക്കുന്നതോ എന്ന് ഗണ്യമായിട്ടുള്ള രോഗവളർച്ച ഉണ്ടാക്കുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട്. മറ്റു രോഗങ്ങളോടൊപ്പം തന്നെ ഒരുപക്ഷെ ക്യാൻസർ കണ്ടുപിടിക്കാതെ ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. മറ്റു രോഗങ്ങളുടെ ചികിത്സയിൽ തുടരുന്നവർ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഉണ്ടാകുന്ന ഈ അസാധാരണമായിട്ടുള്ള കോശ വളർച്ചയെ കണ്ടെത്താതെ പോകുന്നത് ഒരുപക്ഷെ ഈ രോഗം ഇത്തരത്തിൽ വലിയ രീതിയിലായിട്ടു അല്ലെങ്കിൽ ഈ രോഗത്തിന്റെ എണ്ണത്തിൽ വലിയ രീതിയിലായിട്ടുള്ള ഒരു മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഒരു ഘട്ടം 3 or 4 ഘട്ടം കഴിയുമ്പോഴാണ് ഇത്തരത്തിലുണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന അനിയന്ത്രിതമായിട്ടുള്ളൊരു കോശ വളർച്ചയെ പറ്റിയിട്ട് കണ്ടെത്തുകയും അത് പിന്നീട് ആ രോഗം മൂർച്ഛിച്ചതിന് ശേഷം ചികിത്സയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ചുറ്റുപാട് കണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണക്കിലുണ്ടായിട്ടുള്ള മാറ്റം അത് ജീവിതശൈലി രോഗത്തിൽ നിന്നും പിന്നീട് ഇതുപോലുള്ള ക്യാൻസർ പോലുള്ള രോഗത്തിലേക്ക് മാറുന്നു. ജീവിക്കുന്ന ചുറ്റുപാട്, ജീവിത സാഹചര്യം, ഭക്ഷണ രീതി, വ്യായാമമില്ലായ്മ അതൊക്കെ ഒരുപക്ഷെ ഈ രോഗത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാം. നേരത്തെ ഒരുപക്ഷെ ഇതൊരു ഒരു ജനിതക രോഗമായിരുന്നുവെങ്കിൽ ഈ ജനിതക രോഗത്തിന് പുറമേ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇത്തരത്തിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ 100% പുറത്ത് ഇത്തരത്തിൽ ക്യാൻസർ രോഗികൾ ഉണ്ടാവുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. ദേവിക. ശരി ടിൻഡു. വലിയൊരു ആശങ്കയാണ്. കാരണം തലസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളതെന്ന് പറയുന്നു. 20,000 എന്ന ആരോഗ്യ വകുപ്പിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും അതിലും അപ്പുറമാണ് ക്യാൻസർ ബാധിതരുടെ കണക്കുകൾ. ജീവിതശൈലി തന്നെയാണ് ഈ രോഗങ്ങൾക്കൊക്കെ തന്നെ കാരണം. അതൊരു മാറേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിനെന്തായാലും ഒരു മാറ്റം വേണമെന്ന് തന്നെയാണ് വീണ്ടും പറയാനുള്ളത്.